Mr. Jagadish. നമസ്കാരം. ത്യാഗത്തിൻ പെൻസിനെ പരിചയപ്പെടാം. ടീം എ ശ്യാംനാഥ് കഴക്കൂട്ടം ആൻഡ് ഷഫീഖ് പരുത്തിക്കുഴി. വെൽക്കം ശ്യാംനാഥ് ആൻഡ് വെൽക്കം ഷഫീഖ്. ഈ ശ്യാംനാഥിനെ കണ്ടിട്ട് ഒരു റാപ്പ് സിംഗറിന്റെയോ ഒരു പോപ്പ് സിംഗറിന്റെയോ ഒക്കെ കട്ടാണ്. പക്ഷെ നിങ്ങളുടെ ഈ ചിരി കണ്ട എനിക്ക് തോന്നുന്നത് കോൺഫിഡന്റ് ആണെന്നാണ്. നല്ലൊരു എന്റർടൈൻമെന്റ് പാക്കേജ് നൽകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഓൾ ദി വെരി ബെസ്റ്റ്. Wish you good luck, gentlemen. Team A to your seats. Come on, please. Team B, Ramesh BC Kottayam and Abhi Chatanur. Welcome, Abhi. Thank you, sir. And welcome, Ramesh BC. ചാത്തന്നൂർ ആൻഡ് കൊട്ടിയം അടുത്തടുത്ത സ്ഥലങ്ങളാണ്, സുഹൃത്തുക്കളാണ്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ടീം ബി. ടു യുവർ സീറ്റ്സ്. കം ഓൺ പ്ലീസ്. കം ഓൺ. ടീം സി, അൻസർ വെഞ്ഞാറമൂട് ആൻഡ് നിസാർ വെഞ്ഞാറമൂട്. Welcome Ansar. Thank you. And welcome Nisar. Thank you, sir. Ansar Nisar, Kalyanji Ananthi, Jatin Lalit എന്നൊക്കെ പറയുന്ന പോലെ പേരിൽ നല്ല പൊരുത്തമുണ്ട്. ആ പൊരുത്തം നിങ്ങളുടെ പ്രകടനത്തിലും കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമല്ലോ. തീർച്ചയായും. Wish you good luck, gentlemen. Team C to your seats. Come on, please. And now Mangala with the score sheets. The voice round, what Team C is going to perform. സിനിമാ രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് ശ്രദ്ധ പതിപ്പിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വലിയ ഗതാഗത വകുപ്പ് മന്ത്രിയായി തീർന്ന ശ്രീ ബി ഗണേഷ് കുമാർ തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് സിനിമാ രംഗത്ത് തിരിച്ചെത്തുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും പ്രതികരിച്ചത് എപ്രകാരമെന്ന് നമുക്ക് നോക്കാം. മാന്യ സദസ്സിന് എന്റെ നമസ്കാരം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജോസ് പ്രകാശിനെയും ഷക്കീലെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് ഞാൻ ആദ്യമായിട്ട് തരട്ടെ, അയ്യോ അതല്ല, കൂപ്പുകൈ തരട്ടെന്ന്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവർക്കും എന്റെ കൂപ്പുകൈ. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ പന്തം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ. ജഗുവാണ് സത്യം. ജോസേട്ടാ ഞാൻ പോട്ടെ. ബൈ ദ വേ, ഷക്കീല എന്നോട് വരികയാണെങ്കിൽ എന്റെ മുതൽ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോവാം. ഓ, ഇത് നമ്മുടെ സലീം കുമാർ അല്ലേ? മിസ്റ്റർ ഗണേശൻ സാർ, നിങ്ങളുടെ ബസ്സുകളെല്ലാം കോടതി ജപ്തി ചെയ്യാൻ പോവുകയാണ്. എന്താ കാരണമെന്നല്ലേ പറഞ്ഞു തരാൻ കുട്ടേ. നിങ്ങളുടെ ഒറ്റ ബസ് പോലും ആർട്ടോ നിയമം പാലിക്കുന്നില്ലെന്നാണ് പരാതി. നിയമം അറിയില്ലെങ്കിൽ പഠിക്ക തന്നെ വേണം സാറേ. ജസ്റ്റ് ഡിസംബർ ദാറ്റ്. അടുത്ത ഡിസംബർ മാസം കാണാം. വരട്ടെ. ഇനി എന്തോ മലയാള ചലച്ചിത്ര വേദിയിലെ ഗാനഗന്ധർവൻ യേശുദാസിന് പറയാനുണ്ട്. മലയാള സിനിമയില് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത ഗണേഷ് കുമാർ മലയാള സിനിമയിൽ തിരിച്ചെത്തുന്നു എന്ന് വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ജഗദീശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എടാ ലാല്, നിന്റെ പുതിയ സിനിമയിൽ നമ്മുടെ ഗണേശനോട് ചാൻസ് കൊടുത്തൂടെ? എന്താ നിന്റെ അഭിപ്രായം? ചാൻസോ ഇല്ല. എന്തോ പടത്തിലോ മന്ത്രി കസേരണെന്ന് അറിയാം. അവനെ ജനവിന് സ്വീകരിക്കില്ല. എനിക്ക് ജീവിതത്തിൽ ഇതേപോലെ ഒരു മന്ത്രിയാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണമെന്നറിയോ? ഗണേശന് പള്ളിക്കുടുത്തി പഠിച്ചവരെ മന്ത്രിയാക്കില്ലെന്ന് ആ തെണ്ടികൾ പറഞ്ഞിട്ടാ. നിനക്ക് ഉടക്കലത്തെ ഗ്ലാമറാടാ പന്നി. തൊട്ടില്ല ബജമ്പിയെ പൊട്ടിയില്ല. ഇതാണോ KSRTC? തോമസ് ഐസക്കിനോട് പറഞ്ഞ് ബാക്കിയുള്ള കണ്ടക്ടർമാരെ കൂടി ഉടനെ നിയമിച്ചോണം കേട്ടോ. അവരൊക്കെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ച് ജീവിതം എടുത്തിരിക്കുക. എന്നാ ഞാനങ്ങോട്ട് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? വാതിൽ തുറക്കാനാ പറഞ്ഞ. എടാ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന്? ഞാൻ ചവിട്ടി പൊളിക്കും. പിന്നെ നീ അങ്ങ് ഒലത്തും. മലയാള മിമിക്രി വേദിയിലെ രാജമാണിക്യം സുരാജ് ബി വെഞ്ഞാറമൂടിന് പറയാനുണ്ട്. പറഞ്ഞിട്ടിറങ്ങി പോടാ.
അമ്മേനെ വിളയിൽ ചിക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ സംഭവം അറിയണത്. അപ്പോഴേ തന്നെ കൈയും കാലും കഴിയും പേച്ചെടുത്ത് കൊടുത്ത് മുക്കിൽ വന്ന് ഇള്ളുള്ള താമസാലും നിങ്ങൾ വന്നല്ല. അമ്മേണ നിങ്ങൾ പുലി തന്നെ കേട്ടാ, വെറും പുലിയല്ല, കഴുത പുലി. എന്റെ പൊന്ന് സുരാജെ, ഇവിടെ വെട്ടോ വിളിച്ചൊന്നും ഇല്ലേടേ. എങ്ങനെ കാണും? ഇതല്ലേ നാട്. ആകെ 6 പൊറോട്ട ഉണ്ടായിരുന്ന ഗണേഷ് കുമാറെ 4 എണ്ണം അവളും എടുത്തു, 2 എണ്ണം ഞാനും എടുത്തു. സുരാജെ പോയി കിടന്ന് ഉറങ്ങടേ. യുവനടൻ ബൈജുവിന് കടന്നു വരാം. ഗണേശോട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് ഞാൻ അറിഞ്ഞു. അതിന് എന്റെ പ്രത്യേക കൺഗ്രാറ്റ്സ്. സിനിമയുടെ ഡയറക്ടർ പറഞ്ഞാലേ തല്ലേട്ടു. ജനത്തിന് തല്ലാൻ ഒരു പ്രത്യേക ഡയറക്ടർ ആവശ്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. പറട്ടെ. ആമിന താത്ത വന്ന് നിൽപ്പുണ്ട്, നമുക്ക് അവരുമായി ഒന്ന് സംസാരിക്കാം. ആമിന താത്ത, നിങ്ങളുടെ വീടിന്റെ 4 വശവും ഇങ്ങനെ പൊക്കത്തിന് മതിൽ കെട്ടിയിരിക്കുന്നത് എന്താ? നാട്ടുകാർ ശല്യം ഉണ്ടാക്കുന്നതുകൊണ്ടാണോ? നാട്ടുകാർ ശല്യം ഉണ്ടാക്കണോണ്ടല്ല ഉള്ള. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പെമ്പിള്ളയുടെ ശല്യമൊക്കെ സഹിക്ക വയ്യാതെ നാട്ടുകാർ പിരിവിട്ട് കെട്ടിയേക്കണതാണ് ആ മതില്. ഓ, ഗ്രാഹങ്ങളെ കൊണ്ട് വയ്യ പുള്ളേ. അടുത്തതായി ശ്രീനിവാസനാണ് വന്ന് നിൽക്കുന്നത്. കയറി വാടോ ഇങ്ങോട്ട്. ഓ ഓ, നക്ക്. അത്ര ഭയങ്കരമായിട്ടുള്ള സ്നേഹമൊന്നും വേണ്ട. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നീ എന്തൊക്കെ ആസൂത്രണങ്ങൾ ആവിഷ്കരിച്ചത്? എയർ ബസ്സിന് ചാർജ് കൂടുതലല്ല, സൂപ്പർ ഫാസ്റ്റിന്റെ ചാർജേ ഉള്ളൂ. നിന്നെ പോലുള്ളവന്മാരായിട്ട് സഹകരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതാരാ വരുന്നത്? അയ്യോ, നമ്മുടെ ജയനല്ലേ? മിസ്റ്റർ ഗണേഷ്, നീയും നിന്റെ ഒരു ഗതാഗത വകുപ്പും ഒരുപാട് KSRTC ബസിന്റെ കമ്പികളിൽ ഞാൻ തൂങ്ങിയിട്ടുമുണ്ട്. ഒരുപാട് എണ്ണത്തിന്റെ കമ്പികൾ ഞാൻ വളച്ചൊടിച്ചിട്ടുമുണ്ട്. അവയുടെ ഒന്നും എണ്ണം ഞാൻ എടുക്കാറേയില്ല. അമ്മേ, ഒരു KSRTC ബസിന്റെ ടയറുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഉടുപ്പിന് ബട്ടൺ സയണിയമായിരുന്നു. താങ്ക് യു. Here are the scores for the voice round. We have Team A with 6 points, Team B with 6 points, and Team C with 7 points. 19 points. The second prize of 5 gold coins goes to Team C. Answer Venyaramud and Nizar Venyaramud, please come.